ആ ഒരുമാതിരി തമ്പുരാട്ടി ഉണ്ട് ഇല്ലേ. ചിലർ കളിയാക്കിയിട്ടൊക്കെ ഇരിക്കുക ഏതോ ഏഷ്യാനെറ്റാ പറ്റുക ഒരു വിശറി എടുത്തിട്ട് സുറയ്യ തമ്പുരാട്ടി വേസ്റ്റ് മാലിന്യം നിങ്ങൾ സ്ലമ്മിൽ കൊണ്ടിടണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ശുദ്ധമെന്നാണോ? ഞാൻ അങ്ങനത്തെ ടൈപ്പാണോ? ഇവിടത്തെയൊക്കെ ഈ കോളനിയിൽ പോയി ചോദിക്കൂ ഞാൻ ആരാന്ന്. അവരേ പറയുള്ളൂ. എന്താവശ്യം ഉണ്ടെങ്കിലും ഓടി വരാനുള്ള ഒരാളേ ഉള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത്ര ഗാർബേജ് അവിടെ കൊണ്ടുവരണമെന്ന്. എവിടെ എന്തൊക്കെ നുണയെ പ്രചരിപ്പിക്കണേ. എന്നിട്ട് ഞാൻ വിശ്രീ ഇങ്ങനെ എടുത്തിട്ട് സുരയ്യ തമ്പുരാട്ടി അത് പറ്റില്ല, സാധുക്കളുടെ അടുത്ത് ഗാർബേജ് കൊണ്ടുവരാൻ പാടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടാ. എങ്ങനെ അതൊക്കെ പറയണേ? എന്നിട്ട് വിശറി എടുത്തിട്ട് കാണിച്ചത് എന്തിനത്ര ഞാൻ അത്ര പത്രാസ് കരിയെന്ന്. അല്ല, ഇവിടെ കറണ്ടൊക്കെ പോകുമ്പോൾ വിശറി വേണം, നമുക്ക് ജീവിക്കാൻ. വയസ്സായില്ലേ? വിശറി പിടിച്ചോണ്ട് എന്താ? ഞങ്ങളൊക്കെ എല്ലാവരും പഠിച്ചതാണ്. മുത്തശ്ശിയും കൂടി വിശറി ഉണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ വിശറിയാണ്. അന്ന് ഫാനൊന്നും ഇല്ല, നാലപ്പാട്ട് ഇങ്ങനെ എടുത്ത് വീശന്നെ അല്ലേ. അതൊന്നും പുച്ഛിക്കാനൊന്നുമില്ല അല്ലേ. ആരറിഞ്ഞു? ഉപദ്രവിച്ചിട്ടില്ല കുട്ടികളെയൊന്നും. സ്നേഹിച്ചിട്ട് തന്നെ ഉള്ളൂ. അവർക്ക് ഇഷ്ടമാണ് തോന്നണു. അവരോട് ചോദിച്ചാൽ അവർ പറയും സത്യം അല്ലേ. ഞാൻ ദ്രോഹിച്ചിട്ടില്ല ഒരിക്കലും. മക്കളെ ദ്രോഹിച്ചിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ലാളിച്ച് വളർത്തി. ലാളന എനിക്കിഷ്ടമാണ്. ലാളിക്കുക എന്ത് ആരെയും അതില്ലേ വയ്യാത്തവരെയൊക്കെ ലാളിക്കും ഞാൻ. അപ്പോൾ എയ്ഡ്സ് രോഗിയൊക്കെ വന്നാൽ പറയണോടെ ഞാൻ വീട്ടിലൊന്നും കയറാൻ വയ്യ, സ്പർശിക്കില്ല, കയറിയാൽ ഞങ്ങൾ തൂങ്ങി മരിക്കുന്നു പറയത്ര. ഒരാൾ വന്നിട്ട് പറയാം അയാളുടെ അച്ഛനും പെങ്ങളും നീ വീട്ടിൽ കയറിയാൽ ഞങ്ങൾ തൂങ്ങി മരിക്കുന്നു. എന്താ ചെയ്യുക? സോ അയാൾ അതാണ് പരാതി എന്ന് പറഞ്ഞു. ഞങ്ങൾ വലിയ മീറ്റിംഗ് നടക്കുക BTH വെച്ചിട്ട് ഞങ്ങളുടെ ലോകസേവ. അപ്പോൾ അയാൾ പറയാം ലോകസേവ എന്താ എന്നെ പോലുള്ള ആൾക്ക് എന്താ ചെയ്യാൻ പോണത്? അപ്പോൾ എന്താ നിങ്ങളുടെ പരാതി? എന്നെ 4.5 കൊല്ലമായിട്ട് ആരും തൊട്ടിട്ടില്ല, എന്നപ്പം അത് തീർക്കാമെന്ന് പറഞ്ഞു. സ്റ്റേജിലേക്ക് വിളിച്ചു, അവിടെ കെട്ടിപ്പിടിച്ചു തന്നെ. അപ്പോൾ സമാധാനമായി. അയാൾ ഇറങ്ങി കണ്ണിലൊക്കെ വെള്ളമായിട്ട് അവിടെ പോയിരുന്നു. പിന്നെ വ്യത്യാസം ഇവിടെ വന്നു. ഹെൽപ്പ് വേണം. ബിക്കോസ് എയ്ഡ്സിൻ്റെ രോഗത്തിന് നമ്മൾ മരുന്ന് വലിയ എക്സ്പെൻസീവാണ്. അത് ആർക്കും താങ്ങാൻ സഹിക്കുന്നില്ല. ഇപ്പം എനിക്ക് ഒരു എയ്ഡ്സ് രോഗി എവിടെ അയക്കേണ്ടതെന്നൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. അയക്കുകയും ചെയ്യാം. കണ്ണൂർ, തൃശ്ശൂരൊക്കെ ആ സ്ഥലങ്ങളറിയാം. പക്ഷെ ആ ട്രീറ്റ്മെൻറ്റിന് എൻ്റെ ഇല്ല പൈസ കൊടുക്കാൻ. ഒരു മാസം ചുരുങ്ങിയത് 2500 മരുന്നിന് വേണം. ആർക്കാ കൊടുക്കുക? ഇപ്പോൾ ഈ അയക്കണ കണ്ണൂർ ഒരു ഫാദറിൻ്റെ അവിടെ അദ്ദേഹത്തിന് ആ പണം കൊടുക്കാൻ വയ്യ. പക്ഷെ ഷെൽട്ടർ കൊടുക്കും, ഭക്ഷണം കൊടുക്കും. അങ്ങനെ കൈൻഡ് ആയിട്ടുള്ളവരുണ്ടേ. നമുക്കൊരു കവിതയിലേക്ക് പോവാം. വായിക്കാൻ വലിയ പ്രയാസമുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രോമിസ് ചെയ്യാൻ വയ്യ. എന്നുവെച്ചാൽ കാണാൻ വലിയ പ്രയാസമായി കണ്ണ്. കിനാവ് കണ്ട രാധ. കൃഷ്ണ, നീ വെറും കിനാവെന്ന് ഈ രാധ വിശ്വസിച്ചില്ല. നിന്റെ കരവലയത്തിൽ ഒതുങ്ങിയപ്പോൾ ഋതുക്കൾ മാറുന്നതും ഇലകൾ കൊഴിയുന്നതും മഞ്ഞു വീഴുന്നതും ഞാൻ അറിഞ്ഞതുമില്ല. എന്നിൽ വസന്തം നിറഞ്ഞു നിന്നു, നിത്യവും അനശ്വരമായ പ്രേമം. നീ എന്നിൽ പ്രവേശിച്ചപ്പോൾ ഈ ശരീരം നിൻ്റെ ഗൃഹമായി, ഈ ആത്മാവ് നിൻ്റെ ശയ്യാഗൃഹം. ഒരു പ്രതിമ മാത്രമായിരുന്നു ഞാൻ, കല്ലായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവൾ, സംഗീതം ശ്രവിക്കാത്തവൾ, വാർദ്ധക്യത്തിലേക്ക് നിരന്തരം മെല്ലെ മെല്ലെ ചരിച്ചവൾ, സൃഷ്ടിയുടെ പൊരുൾ തേടിയവൾ. നീ വെറും കിനാവെന്ന് ഈ രാധ വിശ്വസിക്കണോ? സ്വർഗവും വെറും കിനാവായി മാറിയോ? 1000 കുടന്ന വെള്ളം കോരിയെടുക്കുവാനുള്ള ആവേശത്തോടെ ദാഹഭരിതയായി കവിതയുടെ പ്രളയത്തിലേക്ക് കൂപ്പുകുത്തിയ സുരയ്യയ്ക്ക് ജീവിതം ഇന്നൊരു 2ാം ഊഴമാണ്. അവർ ഉൾപ്പുളകത്തോടെ പറയുന്നു, ഞാൻ വളരും, വീണ്ടും വീണ്ടും തളിരിടും, പൗർണമികൾ ആവർത്തിക്കപ്പെടും, ഞാൻ പ്രണയിനിയാണ്, പ്രണയപാത്രമാണ്. എൻ്റെ നേത്രങ്ങളിൽ ഉന്മാദത്തിൻ്റെ തിളക്കമുണ്ടെന്ന് പിറുപിറുക്കുന്നവർ ആരാണ്? ആരായാലും അവരോടെനിക്ക് വൈരമില്ല, അനുകമ്പ മാത്രം. മായാമൃഗത്തെ പോലെ സ്വതന്ത്രയായി വിഹരിക്കുന്ന ഈ ലോകത്തിലേക്ക് നിങ്ങൾക്കൊരിക്കലും പ്രവേശനം ലഭിക്കുകയില്ലല്ലോ. അതെ, ആരാണിവൾ? പ്രണയ ഗായികയോ, കവയിത്രിയോ, മുറിവേറ്റ കുയിലോ, വാനമ്പാടിയോ? ഈ മധുരക്കനി തേടി തേൻകാട്ടിലെത്തുന്ന പഥികരോട് ഒരപേക്ഷ മാത്രം. കള്ളിമുള്ളുകൊണ്ട്
ഈ തരളിത മാനസത്തെ കുത്തിനോവിക്കരുതേ, ഇവളൊരു പാവം വാസവദത്ത. പ്രപഞ്ച ഗായികയായ കമലാ സുരയ്യയ്ക്ക് പെൺമലയാളത്തിൻ്റെ പ്രണാമം.